ഫസ്റ്റ് എപ്പിസിൽ ഓഫ് പീറ്റർ, പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം 1-ാം ക്ലാസ് എടുത്ത് 1-ാം അധ്യായത്തിലെ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞത്. പകുതിക്ക് വെച്ച് നിർത്തി. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ എടുക്കാൻ തോന്നുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റുകളുണ്ട്. 1 പത്രോസിൻ്റെ 1 അധ്യായത്തിൻ്റെ 13 തൊട്ട് 25 വരെയുള്ള വാക്യത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. അതായത് ചിതറിക്കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പത്രോസ് മൃതന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ക്രിസ്ത്യൻസിനെ അങ്ങേയറ്റം പെർസിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉപദ്രവിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ടൊന്നും വിശ്വാസികളുടെ ധൈര്യം പോയിട്ടില്ല. കാരണം പെർസിക്യൂഷൻ എവിടെയുണ്ടോ അവിടെ ക്രിസ്ത്യാനികൾ വളർന്നിട്ടേ ഉള്ളൂ. ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വ്യക്തികൾ മാറും. നമുക്ക് പ്രയാസം വരാൻ നമ്മുടെ ശക്തി അകത്തത് പുറത്തോട്ട് വരുന്നതാണോ നമ്മൾ പോലും അതിശയിച്ചു. അത്ര ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ വീണ്ടും ജനിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുള്ള വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, അല്ലെ എന്താണ് അവരുടെ ആധാരമെന്ന് അറിയുവാൻ വേണ്ടി പഴയ നിയമകാലത്തുള്ള ആളുകൾ ശ്രദ്ധയോടുകൂടി അവർ നോക്കിയിരുന്നെന്ന്. ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സത്യം മനസ്സിലാക്കിയ ഒരു ജനതയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ഒരു പ്രിവിലേജ്, അതായത് ദൈവം ആരെന്നും പുത്രൻ നമ്മൾക്ക് എന്ത് ചെയ്തുവെന്നും പുത്രനെ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചുവെന്നും നമ്മളിപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ജനതയിൽ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് അറിയുന്ന സത്യം, അത് ദൈവദൂത ഗണങ്ങൾ പോലും ഇത് കണ്ട് അതിശയിക്കുമായിരുന്നു. അത്ര ഒരു ഉന്നത പദവിയാണ് ദൈവം നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അതായത് അവരിലുള്ള, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ദിസ് ടേക്സ് ടൈം ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു അണ്ടർസ്റ്റാൻഡ്. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ അവർ യേശുവിനെക്കുറിച്ചും വരാൻ പോകുന്ന ഭാരത്തെക്കുറിച്ചും യാതനയെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അവർക്കറിയാമായിരുന്നു ഇത് അവരുടെ കാലത്തിനല്ല, പിന്നെ വരുന്ന ഒരു കാലത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാണെന്ന്. നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മന നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അപ്പം സുവിശേഷം നമ്മളെ അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളീ പറയുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ്. പരിശുദ്ധാത്മാവില്ലാതെ ദൈവത്തിൻ്റെ സത്യം ആർക്കും വിളിച്ചു പറയാനൊക്കത്തില്ല. നിങ്ങളെ അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദൂതന്മാർ ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ കുനിഞ്ഞു നോക്കി, അതായത് അവർ മേളിൽ താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാനീ പറയുന്നത് പോലും അവർക്ക് ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്നെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിക്കുന്നവർ, അതായത് മനുഷ്യന് മാത്രമേ സംസാരിച്ച്, അതായത് മനുഷ്യൻ പറഞ്ഞ് ചെയ്യാൻ ദൈവത്തിൻ്റെ കൂട്ട്, മൃഗങ്ങൾക്ക് നമ്മുടെ കൂട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പിന്നെ മറ്റ് ജീവികൾ, അന്യഗ്രഹ ജീവികളെന്നൊക്കെ പറയുന്ന അവർക്കൊന്നും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദേ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സം അതർ വേ, ബട്ട് വി ഹാവ് ദി എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അത് ദൈവത്വത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ പദവി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ വേറെ ചന്ദ്രനോ വേറെ പ്ലാനറ്റിലോ സൂര്യനിലോ ചന്ദ്രനിലോ എവിടെയെങ്കിലും വേറെ ആളുകളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട. ദേ ആർ നോ വേ മാച്ച് ടു ദ ഹ്യൂമൻ റേസ് ഗോഡ് ഹസ് ഇലക്റ്റഡ്. ദൈവം ഇലക്റ്റ് ചെയ്ത വൃതന്മാരോട് ഇതിനൊന്നും അടുക്കാനൊക്കത്തില്ല. ആ ഒരു പദവി, ഞാൻ ആരെ എന്നുള്ള പദവി, സർവ്വസൃഷ്ടിയുടെ ഉടമ, അതായത് ഈ പ്ലാനറ്റ് തൊട്ട് ഗാലക്സി തൊട്ട് സകലത്തിനെ ഉണ്ടാക്കിയവനായ ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നുള്ള സത്യം, ആ ഉള്ള ആത്മാവിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ ദൈവദൂതന്മാർ പോലും വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന്. അപ്പം അവർക്ക് പോലും ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ദൈവവചനം വിളിച്ച് പറയുക. കാരണം അവർക്ക് ദേ ഹാവ് നോട്ട് ബീൻ ഗിവൺ ദി അതോറിറ്റി ടു ഡു ദാറ്റ്. ഓൺലി വെരി ഒക്കേഷനലി ദേ കം ടു ഗിവ് സം മെസ്സേജസ്. അതായത് ചില ദൂതുകൾ പറയാനായിട്ട്, അത് മാതാവിൻ്റെ അടുക്ക വന്നു, മറിയയുടെ അടുക്ക വന്നിട്ട് ഗർഭം ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, സക്കറിയയുടെ അടുക്ക വന്ന് പറഞ്ഞു, പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ജോസഫിൻ്റെ അടുക്ക വന്നിട്ട്
ദൂതന്മാർ വന്ന് പറയുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കൂടായിരുന്നു. പക്ഷേ ദൂതന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്കുള്ള ജോലി അവരിടയ്ക്കിടയ്ക്ക് ഓരോ ദൂത് വന്ന് പറയും. പക്ഷേ നമ്മളെപ്പോലെ ഇങ്ങനെ മണിക്കൂറുകൾ ദൈവത്തെക്കുറിച്ച് പറയാനും ദൈവത്തിൻ്റെ മഹത്വം പകർന്നു കൊടുക്കാനും ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ദൈവത്തിൻ്റെ സുവിശേഷം പറയുവാനും മനുഷ്യർക്കല്ലാതെ ആർക്ക് കഴിയും? ആ ഉന്നത പദവി നമ്മൾ മനസ്സിലാക്കണം. അത് ചെറുതായിട്ട് എടുക്കരുത്. ഞാൻ പറയുന്നത് ആരും കേൾക്കാനില്ല എന്ന് നിങ്ങൾ തോന്നുമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്ന് നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് എവിടെയാണ് നിങ്ങൾ പറയാൻ പറയുന്നത് വെച്ചാൽ അവിടെ റിഹേഴ്സൽ ചെയ്ത് പറയാൻ പഠിക്കണം. ദൈവം ഉടനെ വാതിൽ തുറന്നു തരും. ഒരു സ്ത്രീ അവർക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് ആഫ്രിക്കയിൽ പോകണമെന്നൊരായ ആഗ്രഹം. ആഫ്രിക്ക എന്ത് പറഞ്ഞാലും ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ആഫ്രിക്കയുടെ ലാംഗ്വേജ് അറിയത്തില്ല. പക്ഷേ ഇവരുടെ ഉള്ളിലൊരു ആത്മാവ് ഇങ്ങനെ തീകത്ത് ആഫ്രിക്കയിൽ പോകണം. അങ്ങനെ ഏതായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അത് ഒരു ആഫ്രിക്കയിലുള്ള ആരുമായിട്ട് പരിചയപ്പെട്ട് ഈ സ്ത്രീ പ്ലെയിൻ കയറി ആഫ്രിക്കയിൽ ചെന്നു. അവിടെ ചെന്ന് അവർ സുവിശേഷം തുടങ്ങി. ദൈവം അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആളിനെ കൊടുത്തു. അതിശയങ്ങൾ അത്ഭുതങ്ങൾ നടന്നു. എനിക്കറിയാവുന്ന പലരും ആഫ്രിക്കയിൽ പോന്നിട്ട് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിശയം. കാരണം ഇത്രമാത്രം സൂപ്പർസ്റ്റിഷനുള്ള ഒരു സ്ഥലം, അന്ധകാരശക്തിയുടെ ഇരുട്ടിക്കിടക്കുന്ന ഒരു ജനതയെടുക്കുക നമ്മൾ എന്ത് പറഞ്ഞാലും അതിശയം വരും ദൈവത്തിൻ്റെ സത്യം വിളിച്ചു പറയുമ്പോൾ. അങ്ങനെയുള്ള ആ സ്ത്രീ എന്ന് ആഫ്രിക്കയിൽ ഇവാഞ്ചലിസം നടത്തി. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഭാരം ദൈവം ഇട്ട് തരും. നമ്മുടെ ഓരോരുത്തർക്കും ചിലർക്ക് കുടുംബത്തിനെ കുറിച്ചായിരിക്കും, ചിലർക്ക് മക്കളെക്കുറിച്ചായിരിക്കും, ചിലർക്ക് ഇതെല്ലാം സുവിശേഷം പറയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ലാതെ നമ്മൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്നതല്ല. ഇവരിൽ കൂടെ എങ്കിലും സുവിശേഷം ദേശം മുഴുവൻ ലോകം മുഴുവനും പടരണം. കാരണം ലോകം മുഴുവനും സുവിശേഷം ചെന്ന് അറിയിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അത് നമ്മൾ തൊഴിലാളികളായിട്ട് നിൽക്കണം. കർത്താവിനോട് വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഹിം, അങ്ങനെ നമ്മൾ ചെയ്യണം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. അതായത് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേവറിങ് ക്യാരക്ടർ നമുക്ക് ഉണ്ടാകരുത്. അത് ദൈവത്തിന് സങ്കടമാണ്. മനസ്സുറപ്പുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഉറപ്പുള്ള മനസ്സില്ലാത്തവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. പകുതിക്ക് വെച്ച് പോയിട്ടോ ഇതാ ദൈവം പറഞ്ഞിട്ടില്ല എന്ന് തിരിച്ചു വരാൻ. കാല് വെച്ചോ എന്നാൽ ഞാൻ മുൻപോട്ട് തന്നെ. അതാണ് ഞാൻ ഏതായാലും കാല് വെച്ചില്ലേ, ഞാൻ മുൻപോട്ട് തന്നെ. എന്നെ ആരാ പുറകോട്ട് വരുന്നത് അത് പറയാനുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ വരണം. അത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഗിദെയോന് ചുമ്മാതെ ദൈവമേ ഒരു കാളകളെ പൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ദൂതൻ വന്ന് ദൂത് കൊടുക്കുമ്പോൾ ഗിദെയോൻ പറയുന്നു അത് എല്ലാം വലിച്ചെറിഞ്ഞ് അത് പിന്നെ യാഗമായിട്ട് കൊടുത്തേച്ച് ഗിദെയോൻ ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവായത്? ദൈവത്തിന് ആവശ്യമുണ്ട് അടുത്ത തലമുറയെ. നമ്മുടെ അടുത്ത തലമുറ ആലയത്തിൻ്റെ തൂണുകളായിട്ട് നിൽക്കേണ്ടവരാണ്, യോദ്ധാക്കളായിട്ട് നിൽക്കേണ്ടവരാണ്. ദൈവമേ നീ അവരെ എടുത്തുപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരിൽ കൂടെ പ്രവർത്തിക്കും. വചനം അവരുടെ ഹൃദയത്തിൽ ചെന്ന് കൊള്ളണം. കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. ദൈവം തമ്പുരാൻ പറയുന്നു ഉറപ്പുള്ളവരായിരിക്കണം, കൃപയിൽ പൂർണ്ണ പ്രത്യാശ. ദൈവത്തിൻ്റെ മക്കളാണോ അവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് പറയാൻ തുടങ്ങും. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിപ്പിൻ. അതായത് പണ്ട് നമുക്ക് അറിവില്ലാത്ത കാലത്ത് നമ്മൾ കുറുക്കു വഴിയിൽ കൂടെ വിശുദ്ധമല്ലാത്ത വഴിയിൽ കൂടെ പല കാര്യങ്ങളും നേടിക്കാണും. അതെല്ലാം അങ്ങ് മാറ്റിവെച്ച് പറയാണ് എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് വിശുദ്ധി, ഹോളിനെസ്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം കാണുന്ന ഒരു റെവലേഷൻസാണ്. പലപ്പോഴും പല വ്യക്തികളുടെയും പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മൃഗങ്ങളെ കാണും, മൃഗയുദ്ധം കാണും, പാമ്പിനെ കാണും. അതിനെയൊക്കെ നമ്മൾ അടിച്ച് മാറ്റി ദൈവത്തിൻ്റെ തീ ഇറക്കാമെന്ന് പറയുമ്പോൾ കർത്താവ് തീ ഇറക്കി കരിച്ചു കളയുന്നത് ഞാൻ കാണാറുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കാണുന്ന ഒരു ദർശനം യേശുവിൻ്റെ രൂപത്തിൽ ഒരാൾ വന്ന് നിൽക്കും. അപ്പം യേശുവിൻ്റെ രൂപം നമ്മൾ വിചാരിക്കും യേശു ആണല്ലോ എന്ന് വിചാരിക്കും, യേശുവിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കും. പക്ഷേ ഈ യേശു മനുഷ്യരെ ഉപദ്രവിക്കുകയും
നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ട് തെറ്റ്, അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുക, അതായത് ടെസ്റ്റിംഗ് ദ സ്പിരിറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ, അവൻ യേശുവിൻ്റെ രൂപത്തിലും വരും. യേശു ആണോ എന്ന് നമുക്കറിയണമെങ്കിൽ നമുക്കുള്ളിൽ ആത്മാവ് വേണം. അതല്ല എന്ന് മനസ്സിലായത് മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ അതിന് പുറകിലായിട്ട് യഥാർത്ഥ യേശുവിന്, അതായത് തീഷ്ണതയുള്ളവർക്ക്, സത്യത്തിലുള്ളവർക്ക്, വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ യേശുവിനെ യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സായിബാബയുടെ അവിടെ ചെന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുള്ള അറിവാണ്. അവർ പറയും സായിബാബയുടെ കയ്യിൽ ചെന്നാൽ വിശ്വാസിയാണെങ്കിൽ വലത് കയ്യിൽ ഇടത് കയ്യിൽ യേശുവിൻ്റെ പടം കാണിക്കുമെന്ന്. നീ മറിമായൊക്കെ കാണിക്കുന്നവരുണ്ട്. നീ മറിമായ കാണേണ്ട അടുത്താ പോകുന്നെങ്കിൽ നിനക്കത് സംഭവിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പറയണം, നോ, ഐ ലീവ് ഫോർ എ ഹോളി ഗോഡ്. ഞാൻ വിശുദ്ധനായ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മുമ്പിൽ കപടതയ്ക്ക് നിൽക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം അല്ലാതെ വേറൊരാൾക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. അത് ഞാനും ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്. ഈ വലിയ നമ്മുടെ ഈ ഹൃദയമല്ലേ, ഇതിനകത്തൊരു വലിയ മുറിയായിട്ട് കാണും. ഇതിന് ചുറ്റും വേലി തീമതിൽ കെട്ടിയിരിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ദുഷ്ടൻ കയറുന്നെങ്കിൽ അന്നേരം കരിച്ചു കളയും എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ദൈവമോ നമ്മളുമായിട്ടുള്ള ബന്ധം. കർത്താവ് സമാഗമന കൂടാരം ഉണ്ടാക്കി, മാർക്ക് ഓഫ് ദ കവനന്റ് ഉണ്ടാക്കിയപ്പോൾ പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം എന്ന സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും അങ്ങനെ എളുപ്പം കയറാനൊക്കത്തില്ല. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ കയറത്തുള്ളൂ. ആ മഹാപുരോഹിതൻ കയറിനാൽ തന്നെ കുഞ്ഞാടിൻ്റെ രക്തവും പിടിച്ചോണ്ടേ കയറത്തുള്ളൂ. അങ്ങനെ മഹാപുരോഹിതൻ പോലും ദൈവത്തോട് ചോദിക്കാതെ കയറാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാച് അഴിഞ്ഞു പോന്നി എന്ന് പറയാനുള്ള ധൈര്യം വരണം. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പാമ്പ് ഇരിക്കാനൊക്കത്തില്ല. ഞാൻ ഇന്നു മുതൽ എൻ്റെ ദൈവത്തിൻ്റെയാണ്. അവനവൻ ചെയ്യേണ്ടത്, മറ്റുള്ളവരല്ലേ ചെയ്യേണ്ടത്. ഈ ഒരു തീരുമാനം എടുക്കും, അതിശയങ്ങൾ നടക്കാൻ പോവാണ്. ഞാൻ യേശുവിന് വേണ്ടി വിശ്വസ്തയോടെ ചെയ്യും. അവൻ വിശുദ്ധനാകിയാൽ ഞാനും വിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയൊക്കെ ഒരു പുതിയ ശക്തി ഇട്ടുതരും. ആ ശക്തിയിൽ വേണം ഈ വചനം വായിക്കാൻ തുടങ്ങാൻ തന്നെ. പത്രോസൊക്കെ പ്രായം ചെന്ന് ജീവനുള്ള ദൈവത്തെ കണ്ടും തൊട്ടും അറിഞ്ഞും അനുഭവിച്ചും ഉള്ള ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. നേരിട്ട് കണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് യോഹന്നാനാണ് കൈ തൊട്ട് എഴുതിയിരിക്കുന്നതെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. കണ്ടു, കേട്ടു, തൊട്ടു എന്നൊക്കെ. പക്ഷെ അതുപോലെ തന്നെ പത്രോസ് ഇല്ല, യേശുവിൻ്റെ കൂടെ നിന്ന ഒരു ശിഷ്യനാണ്. അപ്പം ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അതായത് ഈ പ്രവാസ ജീവിതമാണ്, ഈ ഭൂമിയിലുള്ള ജീവിതം പ്രവാസം. പക്ഷെ ദൈവത്തിന് മുഖപക്ഷം ഇല്ല. അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ ഇന്ന ജാതിയെന്നോ ഒന്നും ദൈവത്തിനില്ല. കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം തരും. ഒരു പക്ഷെ ചെറിയ കാര്യമായിരിക്കും. നിന്നാൽ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിരിക്കാം, ദൈവത്തിൻ്റെ സത്യം ഒരാളോട് പറയാനായിരിക്കാം, ഭക്ഷണം ഉണ്ടാക്കി വേറൊരാൾക്ക് ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കാനായിരിക്കാം, സുവിശേഷം പറഞ്ഞു കൊടുക്കാനായിരിക്കാം, വേറൊരാളുടെ ജീവിതത്തിൽ ചെന്ന് സൂയിസൈഡ് ചെയ്യുന്ന നീ ചെയ്യല്ലേ എന്ന് പറയാനായിരിക്കാം. കർത്താവ് നിന്നെ ഉദ്ദേശിച്ചിരിക്കുന്ന പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. പ്രതിഫലം മുഖപക്ഷം കൂടാതെ നിനക്ക് തന്ന താലന്തിനനുസരിച്ച് മാത്രം ചോദിക്കുന്ന ഒരു ദൈവം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കൃപയല്ല നിങ്ങൾക്കുള്ളത്, വേറൊരാളുടെ കൃപയല്ല നമുക്ക്. പക്ഷേ അവനവനെ ഏൽപ്പിച്ച തോട്ടം മനോഹരമാക്കണം. അത് നിങ്ങൾ തീരുമാനമെടുക്കണം. എന്നെ ഏൽപ്പിച്ച താലന്ത് ഞാൻ മനസ്സിലാക്കി അതിനെ 100% വർദ്ധിപ്പിച്ചെടുത്ത് ദൈവത്തിന് മുമ്പിൽ കൊണ്ട് ചെന്ന് വെക്കണം. അപ്പോൾ ഒരു പ്രതിഫലം തീർത്തും തരും. നിങ്ങളുടെ കൃപ എന്താണെന്ന് രോഗശാന്തവരായിരിക്കാം, ചിലപ്പം പ്രവചനമായിരിക്കാം, ചിലപ്പം ഡിസേണിങ് സ്പിരിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ദൈവശബ്ദം കേൾക്കുന്ന മറ്റുള്ളവർ പറയുന്നതായിരിക്കാം, ചിലപ്പം പ്രാർത്ഥനയായിരിക്കാം. ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് വ്യക്തമായിട്ടും പറയുന്നു. എന്നാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിന് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലയളവിൽ നമ്മൾ ഭയത്തോടുകൂടി ജീവിക്കണം. ദൈവം പ്രതിഫലം തരുന്ന നമ്മുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. നന്മയ്ക്ക് നന്മ, തിന്മയ്ക്ക് തിന്മ ലഭിക്കുന്നതിന് പകരം കർത്താവ് എല്ലാം നിൻ്റെ കൃപയിൽ നിന്ന് ചെയ്യാനുള്ള ഒരു പരിശുദ്ധ ശക്തി നമ്മളിന്ന് പ്രാപിച്ചെടുത്താൽ ഭയത്തോടെ, ദൈവത്തിൻ്റെ ഭയത്തോടുകൂടി ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളൊരു വരം ചോദിച്ചു വാങ്ങിക്കണം. ഇവിടെ കഴിവല്ല, ഇവിടെ ഈ പുതിയ നിയമകാലത്ത് നമുക്ക് കൃപയാണ് ആവശ്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവും
പാരമ്പര്യവുമായിട്ട് നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പ്, അതായത് നമ്മൾ പിതാക്കന്മാരുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാലയളവിലുണ്ടായിരുന്ന അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ വിശേഷങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ പിതാവ് ഇന്നായിരുന്നു, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇന്നതുണ്ടായിരുന്നു, ഇതൊക്കെ വിളിച്ചു പറയുന്ന വ്യർത്ഥവും നടപ്പിൽ നിന്ന് മാറാൻ ദൈവം പറയുകയാണ്. പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞ വസ്തുക്കളെക്കുറിച്ചും അല്ല, പിന്നെയോ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളിലൊന്നും അല്ല ദൈവത്തിൻ്റെ മനസ്സിരിക്കുന്നത്. ദൈവം പറയുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണത്രേ നമ്മളെ വീണ്ടെടുത്തത്. അപ്പോൾ നമ്മൾക്കുള്ള ഈ പാരമ്പര്യം, അതായത് ലോകത്തിൽ തന്നിരിക്കുന്ന പാരമ്പര്യം നമ്മൾ ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ പറയും. പക്ഷെ അതിൽ ഊന്നിക്കൊണ്ട് നിൽക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മളെ വാങ്ങിച്ചിരിക്കുന്നതെന്നും ആ വിലയേറിയ രക്തം നമ്മളിൽ ഉള്ളതിനാൽ അല്ല നമ്മളിൽ പുരട്ടിയിരിക്കുന്നതിനാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതായത് നോയിങ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ചുള്ളത്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ നമ്മളെ കൊണ്ട് ഏറ്റവും നല്ല ഏതാണെന്ന്. നമ്മുടെ സ്വബുദ്ധിക്ക് പലതും നമ്മൾ ചെയ്യും, അത് ജഡത്തിൽ ചെയ്യും, പക്ഷേ അത് മണ്ടത്തരമാണ്, കുഴി ചെന്ന് വീഴും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ക്രിസ്തുവിനോട് ചോദിച്ച് അവൻ്റെ വീണ്ടെടുപ്പിന് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിമിത്തം നിങ്ങൾ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകട്ടെ. ഈ അന്ത്യകാലത്ത് വെച്ചാൽ കർത്താവ് ക്രൂശിൽ കയറി കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു, 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു. അത് കഴിഞ്ഞ് കാൽവറി ക്രൂശിൽ കയറി ആ ക്രൂശിൽ നിന്ന് നമുക്ക് വേണ്ടി രക്ഷ വരെ തന്നു കഴിഞ്ഞു. അതെല്ലാം ഈ കാലയളവിൽ വെളിപ്പെട്ടിരിക്കുക. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവം തമ്പുരാൻ, പിതാവാം ദൈവം പുത്രനെ കാൽവറി ക്രൂശിൽ കയറാൻ അനുവദിച്ചു. എന്തുകൊണ്ട്? നമ്മുടെയും നിങ്ങളുടെയും പാപത്തെ ഏറ്റെടുക്കാൻ. ആ പാപത്തെ ഏറ്റെടുക്കുക തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എവിടെ ഒരു മരണമുണ്ടോ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരണം. നമ്മുടെ സ്വഭാവ രീതിയിൽ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ മരിക്കേണ്ടിയിരിക്കുന്നു, ചിലത് മരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് മരിപ്പിച്ചെങ്കിലേ പുതിയൊരു നല്ല സ്വഭാവം അവിടെ വരത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം വരാൻ ആഗ്രഹിക്കുന്നവർ ദിനം പ്രതി കഴുകണം. ദിനം പ്രതി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഇന്നലെ കഴുകിയേച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലും, ഇന്നലെ വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമെന്ന്. പിറ്റേ ദിവസം ആത്മദൃഷ്ടിയുള്ളവർക്ക് മനസ്സിന് പിറ്റേ ദിവസം നോക്കണം ഹൃദയത്തിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിയോ എന്തെങ്കിലും അകത്ത് കയറാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ മാറ്റാൻ ശ്രമിക്കും. കാരണം ഇത് ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ഹാർട്ട് എപ്പോഴും ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വചന അടിസ്ഥാനം നമ്മളെപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കേണ്ടത് ദൈവത്തിന്. ഭൂമിയിൽ തന്നെ നമ്മൾ നോക്കി വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത് എന്താണ്? വേലിയേറ്റം എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ കയറും, വെള്ളം ഇറങ്ങിപ്പോകും. പക്ഷേ വേലിയേറ്റം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേന്? വെറും സ്റ്റാഗ്നൻ്റ് വെള്ളമായിപ്പോയതിന്, വാട്ടർ ആയിരുന്നതിന്. അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾക്കും ഓരോന്ന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ അതുപോലെ തന്നെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധിയില്ലാത്ത ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലൽ. എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവാജ്യമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതും ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജം. ഇവിടെ ബാപ്റ്റിസം അല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ. കെടുന്ന ബീജത്തെ, കെടാത്തതിന് ജീവനുള്ള നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കണം. കർത്താവിൻ്റെ വചനം അകത്ത് ചെന്ന് ക്രിയ ചെയ്തിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് പാപ സ്വഭാവമുണ്ടെങ്കിൽ പാപത്തെ മാനസാന്തരപ്പെട്ട് എടുത്തു കളഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. അത് ദൈവം ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് ദൈവം പറയുന്നത് കെടുന്ന ബീജത്താലല്ല, നമ്മൾ ഇടുന്നതായിട്ടുള്ള ഈ വിത്തുകളൊക്കെ നശിച്ചു പോകുന്നതല്ല, ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനം. അത് സ്വർഗത്തിൽ അതിന് വിലയുണ്ട്. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനം ഒരു നാളും മാറിപ്പോത്തില്ല. ഇതൊക്കെ പറഞ്ഞ ദൈവത്തിൽ ഉറച്ചു നിന്നിട്ട് കണ്ണിൻ്റെ മുമ്പിൽ അതിന് വിപരീതമായിട്ട് കാണുന്നത് ജഡത്തിൻ്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. നിൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട്, ദൈവമേ നിൻ്റെ ആത്മാവ് എന്നിലുള്ളതിനാൽ നീ എന്നെ നിൻ്റെ പാറയാവുന്ന ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിൽക്കണമെന്ന് പ്രാർത്ഥിക്കണം. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയാകുന്നു. പുല്ലുവാടി പൂ വിതർന്നു പോകുന്നു, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതും ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അപ്പോൾ പത്രോസ് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൽ ജീവനുള്ള കല്ലുകളെക്കുറിച്ച് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവനുള്ള കല്ലെന്ന് പറയുന്നത് 2-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നു, 2:6, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരു മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവൻ്റെ വചനം അവർ വചനമനുസരിക്കായാൽ ഇടറിപ്പോകുന്നു. ഇപ്പോൾ 2-ാം അധ്യായത്തിനകത്ത് പത്രോസിനകത്ത് പറയുന്നത് ജീവൻ്റെ കല്ലാണ്. ജീവനുള്ള കല്ലെന്ന് പറയുമ്പം ഫെയ്ത്ത് റിപ്പൽസ് സിക്നസ് ആൻഡ് ഡിസീസസ്. വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ അസുഖങ്ങളും രോഗങ്ങളും മാറിപ്പോണം, ചിതറിപ്പോണം. അത് നിൽക്കാനൊക്കത്തില്ല. എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വിപരീതമായി ഒന്നും നിൽക്കാനൊക്കത്തില്ല. ഇത് നമ്മൾ നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുകയാണ്. യു കനോട്ട് സ്റ്റേ ഇൻ മൈ ബോഡി. ഇതൊരു ടെമ്പിളാണ്, ഇതൊരു ഭവനമായിട്ട് കാണണം. അതായത് ഭൗമീയ ഭവനം സ്വർഗീയ ഭവനം എന്ന് പറയുന്ന പോലെ നമ്മളൊരു ഭവനമാണ്. ഈ ഭവനത്തിനകത്ത് ദൈവഹിതത്തിനെതിരായിട്ട് ഒരു കാര്യം നിൽക്കാനൊക്കത്തില്ലെന്ന് നമ്മൾ പറയണം. അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്വർഗീയമായ ജീവിതത്തിന് നമ്മളോട് പറയുന്നത് യു ഷുഡ് ബിക്കം എ ലിവിങ് സ്റ്റോൺ. ഫെയ്ത്ത് റിപ്പൽസ് സിക്നസ് ആൻഡ് ഡിസീസ്. ഫിയർ ഡ്രോസ് സിക്നസ്. ഭയമാണ് രോഗത്തെ കൊണ്ടുവരുന്നത്. വിശ്വാസമുള്ളവൻ്റെ ഹൃദയത്തിൽ, അതായത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, രോഗശാന്തി ദൈവം. യേശുവിന് അസുഖമില്ല. പാപം ചെയ്തിരുന്നില്ലെങ്കിൽ നമുക്കും അസുഖം വരത്തില്ലായിരുന്നു. പാപമില്ലാത്തൊരവസ്ഥയാണ് സ്വർഗത്തിൽ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച നമുക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കാനല്ല ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പം രോഗവും അസുഖം വരുത്താതിരിക്കാൻ ഏറ്റവും വലിയ ഉപാധി വിശ്വാസം. അതിന് വിശ്വാസത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യം ഈ 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 2:24, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവൻ്റെ അട്ടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാ 53:4 വാക്യം തന്നെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. എപ്പോഴേ? ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് വരണം. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നീതിക്ക് ജീവിക്കും. ദ റോബ് ഓഫ് റൈറ്റ്ഷ്യസ്നെസ്. പാപത്തിന് മരിച്ച എൻ്റെ മേലൊരു ജീവൻ്റെ പുതപ്പ് ഞാൻ ഇട്ടുകയാണ്. അതിന് ജീവൻ്റെ പുതപ്പെന്ന് പറയുമ്പം റൈറ്റ്ഷ്യസ് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെയും നിങ്ങളെയും കാണുമ്പം പാപം ചെയ്യാത്ത ഒരവസ്ഥയിൽ, കഴിഞ്ഞ കാലത്ത് പാപം ചെയ്തു ഞാൻ ഓർക്കുന്നില്ല എന്ന് ദൈവം പറയും. ബിക്കോസ് ഹീസ് എ മാർവലസ് ഫോർഗിവിങ് ഗോഡ്. അത് സ്നേഹിക്കുന്ന, അതായത് നമുക്ക് ഒത്തിരി സ്നേഹമുള്ള ഒരാൾ ഒത്തിരി നാൾ പിണങ്ങിയിരിക്കും, പക്ഷേ അവർ പിന്നെ ഒന്നിച്ചാകുമ്പോഴോ പഴയതെല്ലാം അങ്ങ് മറന്നുപോകും. ഈ അടുത്തിടെ തന്നെ 10-14 വർഷത്തേക്ക് മിണ്ടാതിരുന്ന ഭാര്യയും ഭർത്താക്കന്മാരും അവർ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. നമ്മളും എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ച നിയമത്തിൽ ദിവസത്തെ അവരൊന്നിച്ചായി. അവർ പഴയ കാലത്തെക്കുറിച്ച് എന്ത് മാറി നിന്നെന്നോ എന്തിന് മാറി നിന്നെന്നോ അവർ ചോദിക്കുന്നില്ല. ദേ ആർ വെരി ഹാപ്പി എവറി ഡേ എൻജോയിങ് ബിക്കോസ് ദേ ആർ ലോസ്റ്റ് സോ മച്ച് ഓഫ് ടൈം. ഒന്നിച്ചിരിക്കേണ്ടത്. അതുപോലെയാണ് ഞാനും പറയുന്നത്. നമ്മൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ദൈവത്തോട് ഒട്ടിയിരുന്ന് അവനിൽ നിന്ന് ജീവൻ വാങ്ങിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ജീവൻ്റെ കല്ലുകൾ. ജീവനുള്ള കല്ലിനെ അടിസ്ഥാന കല്ലെന്നാണ് പറയുന്നത്. ജീവനുള്ള കല്ലിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ മാത്രം പറയാനിപ്പോൾ ആഗ്രഹിച്ചിട്ട് നിർത്തുകയാണ്. ക്രിസ്തുവാകുന്ന പാറയാണവൻ,
ഈ കല്ലിൻ്റെ പ്രത്യേകത ഉറപ്പുള്ള പാറയാണ്, ജീവൻ്റെ പാറയാണ്, ജീവ നദിയുടെ പാറയാണ്, പാറയിലടിച്ചപ്പോൾ വെള്ളം തന്നത് പാറയാണ്, പാറയോട് സംസാരിക്കാൻ മോശയോട് പറഞ്ഞപ്പം വെള്ളം തരാൻ കഴിവുള്ളത് ഈ പാറയാണ്, നമ്മളെ മറയ്ക്കുന്ന പാറയാണ്, നമ്മളെ സൂക്ഷിക്കുന്ന പാറയാണ്, ശത്രുവിൻ്റെ അമ്പ് തടുക്കുന്ന പാറയാണ്. അപ്പം ജീവനുള്ള പാറയ്ക്കകത്ത് ക്രിസ്തുവാകുന്ന പാറ, അതായത് ക്രിസ്തുവാകുന്ന പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ എന്ന് പറയും. അതായത് ലെറ്റ് മീ ഹൈഡ് മൈസെൽഫ് ഇൻ ദി, അതായത് ക്രിസ്തുവാകുന്ന പാറയ്ക്ക് പിളർന്നതിനകത്ത് എന്നെ മറയ്ക്കണമെന്ന്. അതൊരു പാട്ടാണ്. പിളർന്ന ഒരു പാറയ്ക്കകത്ത് നമ്മളതാണ് പ്രാർത്ഥിക്കേണ്ടത്. മോശ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് പിതാവിനെ കാണണമെന്ന്. എന്ത് സംഭവിച്ചു? പിതാവ് ദേഷ്യപ്പെട്ടൊന്നുമില്ല. പിതാവ് എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് മറച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയുടെ പിളർപ്പിനകത്ത് അവനെ സൂക്ഷിച്ചിട്ട് ദൈവം ആരെന്ന് വിളിച്ചു പറയുന്നു. പുറപ്പാട് 34 ദൈവം വിളിച്ചു പറയാണ്. എന്താ വിളിച്ചു പറയുന്നത്? 34 കർത്താവ് ആര്? ദൈവം ആര്? ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവിനെ പിതാവാം ദൈവത്തെ ആരും അറിഞ്ഞിട്ടില്ല. എന്തോ പിതാവിനെക്കുറിച്ച് എന്നെക്കൊണ്ടങ്ങ് പറയിപ്പിക്കുന്നു. കർത്താവിനെ കാണിച്ചത് 33 എഴുതിയിരിക്കുന്നു, ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. ദൈവം മറയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിലേക്ക് പറയുന്നു. കർത്താവ് പറയുകയാണ് 34-ാം വാക്യം, യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ അവൻ്റെ പാപം 4 തൊട്ട് തലമുറ 4-ാം തലമുറ ചോദിക്കുന്നവൻ, അല്ലാത്തവർ നന്മ ചെയ്യുന്നവന് വേണ്ടി ദൈവം 1000 തലമുറ വരെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം? നമ്മളിവനെ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കാൻ പഠിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് മൂലക്കല്ലാവുന്ന ക്രിസ്തുവിൻ നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ കല്ലിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ പറയാൻ പിന്നെ സമയം കിട്ടുമ്പം പറയാൻ ദൈവം അനുവദിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ജീവനുള്ള പ്രത്യാശയാകുന്ന നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ അവസരം തന്നതിന് സ്തോത്രം ചെയ്യുന്നു. നാഥാ, ജീവനുള്ള പ്രത്യാശയാകുന്ന ക്രിസ്തുവിൽ ഞങ്ങൾ ദൈവമേ, ഞങ്ങൾക്ക് വീണ്ടും ജനനവും കർത്താവെ ഞങ്ങൾക്ക് രക്ഷയും തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്നെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുന്നില്ല. നിന്നെ കണ്ടവർക്ക് നിത്യരക്ഷ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ എന്നേക്കുമായിട്ട് പരദീസയിൽ നിൻ്റെ കൂടെ വസിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ഹീനപാത്രങ്ങളായിരുന്നു ഞങ്ങളെ മാനപാത്രമാക്കി മാറ്റിയിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളായിട്ട് അഭിഷേകം ചൊരിയുവാൻ, എണ്ണ ഒഴുകുവാൻ, സ്വർഗത്തിൽ നിന്ന് എണ്ണയെ അഭിഷേകമായിട്ട് ഒഴുക്കുവാൻ പറ്റിയവർ ഞങ്ങളിൽ കൂടെ ദൈവശക്തി അനേകരിലേക്ക് പകരുവാൻ, ദൈവസത്യം പകർന്നു കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തലമുറകളും ഈ സമാധാനത്തിൽ വളരുവാൻ ഇടയാക്കണം. ദൈവഹിതമല്ലാത്ത വഴികൾ അവർ പോകാതെ ആ വഴികൾ നീ അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ കണ്ടവർ വിട്ടുപോകാനൊക്കത്തില്ല. നീ തിരഞ്ഞെടുത്തവർ മാറിപ്പോകത്തില്ല. കർത്താവെ, നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നീ ഞങ്ങളെ സൂക്ഷിക്കുന്നു. നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുക തന്നെയല്ല, ദിനംപ്രതി ഞങ്ങളെ മുൻപോട്ട് കൊണ്ട് നടത്തുന്ന സ്നേഹത്തിന് സ്തോത്രം. യാക്കോബ് കണ്ട ഗോവേണി കൂടെ ഞങ്ങൾ മുകളിൽ കയറി വന്ന് നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ഞങ്ങളുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്നെ കണ്ടതിനാൽ ഞങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. നിലനിൽക്കുന്നത് ശാശ്വതമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. മുൻപേ നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തതോടുകൂടി സകലതും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ നിൽക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് സ്തോത്രം. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.